ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിന് പിന്നാലെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടിയും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സിന്റെ രക്ഷാധികാരി ഗവർണറും അതിന്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഗവർണറുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരത്തെ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. എന്നോടല്ല, ഇതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരൻ എന്ന് പറയുന്ന സാറിനോട് വിളിച്ച് ചോദിച്ചു, എന്ത് ഈ രാജ്യപുരസ്കാർ അവാർഡ് കൊടുക്കാത്തത്? അപ്പൊ എന്നോട് വന്ന് പ്രഭാകരൻ ചോദിച്ചു, എന്താ വേണ്ടത്, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. ഞാൻ ഗവർണർ പറയും പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ചു. പ്രോഗ്രാമിൽ പിന്നെ പറയുന്നത് ഇല്ല ഇതിൽ പറയുന്നത് ഇവിടെ ഇതാണ്. ഇതിൽ പറയുന്നത് 11 മണിക്ക് നാഷണൽ ആന്തം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ, 11:05 വെൽക്കം സ്പീച്ച്, 11:10 പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഞാൻ, 11:20 പിന്നെ പ്രസന്റേഷൻ ഓഫ് അവാർഡ്. ഇങ്ങനെയാണ് പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ വായനാ ദിനമായതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പെട്ടെന്ന് അത് എനിക്ക് വേണ്ടി അവർ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു അവിടെ രാജ്ഭവനിൽ. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാനവിടെ ചെല്ലുന്ന കയറുന്ന അവസരത്തിൽ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റേജിൽ. അതെ, അത് തന്നെ വെച്ചേക്കുന്ന. എന്നിട്ട് അതിൽ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് പടമിട്ട് പിന്നെ പൂവിട്ട് പൂജിക്കുന്ന സമയത്താണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ വിളക്കിന്റെ തിരിയെല്ലാം കത്തി കഴിഞ്ഞു. ഗവർണർ അദ്ദേഹം ഷാക്കിന്റെ വേണ്ടി നമ്മളവിടെ ഇരിക്കുകയും ചെയ്ത ശേഷം സ്വാഗതം ആരംഭിച്ചു. സ്വാഗത പ്രസംഗം പ്രഭാകരൻ നടത്തിയതിനു ശേഷം എന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ക്ഷണിച്ചു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിലെ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ്. എനിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താനൊരു കാര്യമുണ്ട്. ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാമാണ്. ഇവിടെ രാജ്ഭവനും കേരള ഗവൺമെന്റും കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ അങ്ങ് ഈ പിന്നെ ഭാരതാംബയുടെ ചിത്രം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ സംഘടനയോടോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത്. ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ്. ഞാനിതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഈ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ മന്ത്രി നരേന്ദ്രമോദിയുടെയോ ചിത്രം വെച്ചെങ്കിലും അത് നമുക്കൊരു അന്തസ്സുണ്ടായിരുന്നു, അഭിമാനമുണ്ടായിരുന്നു. ഇത് വളരെ രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എനിക്ക് ഇതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പം അതിന് മുകളിലല്ല എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു.